ഗൈസ്, അങ്ങനെ ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം സെക്കൻഡ് വീഡിയോയുമായി ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോയിൻ സ്പെൻഡിങ്, അതായത് ഈ എപ്പിക് പ്രോബബിലിറ്റി എങ്ങനെ കൂട്ടാമെന്നും അങ്ങനെ മറ്റു പല കാര്യങ്ങളുമാണ്. ഈ ഒരു വീഡിയോ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഷുവർ എപ്പിക് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളെ ഗൈസ്, അപ്പോൾ എപ്പിക് പ്രോബബിലിറ്റി അഥവാ എപ്പിക് കിട്ടാനുള്ള ചാൻസ് എങ്ങനെ ഈ ഫുട്ബോളിൽ കൂട്ടാം എന്നൊരു കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈമിങ്, അതായത് ഈ കറക്കുന്ന ടൈമുകളാണ്. അപ്പോൾ ഏതൊക്കെ ടൈമിലാണ് കറക്കിയാൽ നമുക്ക് ചാൻസ് കൂടാം, എപ്പിക് പ്രോബബിലിറ്റി കൂടാം എന്ന് ചോദിച്ചാൽ, മൺഡേ പാക്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയി കറക്കുക, അതായത് ഈ രാവിലെ തന്നെ കറക്കുക. ആ പാക്ക് വന്ന സമയം തന്നെ കറക്കുക. അതിപ്പോൾ ഏത് പാക്കായാലും വന്ന സമയത്ത് കറക്കുക. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് വെച്ചിട്ട് എനിക്ക് 5ഓളം എപ്പിക് കാർഡ്സാണ് കിട്ടിയത്. മസ്റ്റ് ട്രൈ ആണ്. F2P ഒക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ അടുത്ത് എപ്പിക് കിട്ടിയിട്ടില്ലേ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഗൈസ്, സെക്കൻഡ് പോയിന്റിലോട്ട് കിടക്കാം. 100 കോയിൻ ഓർ 900, അത് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പോയിന്റ്. നിങ്ങൾ ഒരു അക്കൗണ്ടിൽ 100 കോയിൻ ഉണ്ട്, നിങ്ങൾ വേറൊരു അക്കൗണ്ടിൽ 800 കോയിൻ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം, ഏത് അക്കൗണ്ടിലായിരിക്കും ലക്ക്? 100 ആണോ 800 ആണോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും 800. നിങ്ങളങ്ങനെ വിചാരിക്കില്ല, എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയാണ്, 800-ലായിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഈ 100-ലാണ് കൂടുതൽ ലക്ക് വരാം. ഓക്കെ, സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. എനിക്ക് 2 എപ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 100 കറക്കിയിട്ട് 2 എപ്പിക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ട്രൈയിൽ ഫ്രീ ട്രൈ കറക്കിയിട്ട് എനിക്ക് 2 വേറെ എപ്പിക്ക് കിട്ടി. അതാണ് ഈ ഫസ്റ്റ് ട്രൈൻ്റെ പ്രത്യേകത. ഈ ഫസ്റ്റ് ട്രൈയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാവുക. അതായത് ഈ ഫ്രീ ട്രൈ ആയാലും 100 കോയിൻ ആയാലും ഫസ്റ്റ് ട്രൈയിൽ നമുക്ക് വളരെയധികം ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതായത് 200, 300 അങ്ങനെയൊക്കെ കറക്കിയതിനെക്കാട്ടിയും ഒരു കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ 900-ലേക്ക് പോവുകയാണെങ്കിൽ 900-ഉം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു 800 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് 900 ആക്കിയിട്ട് മാത്രമേ കറക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഈ 800, 700, 600, 500, 400, 200, 100 എന്താ പറയുക, വെറുതെ 100 അല്ല, 200 വരെ കറക്കുന്നത് വലിയ പ്രോബബിലിറ്റി ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ. സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ 900 ഓർ എബോ, അതായത് ഒന്നെങ്കിൽ 900 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കറക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് ഫാക്ടർ. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല, പക്ഷേ ഇതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ. വേറൊന്നും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കുറേ യൂട്യൂബേഴ്സ് പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്കിത് വർക്കായെന്ന് വരില്ല. പിന്നെ ഈ വീഡിയോക്ക് എത്ര വ്യൂസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ചാനലിലെ 2ാമത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബൈ.